സംസ്ഥാനത്തെ ITIകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കി. പകരം പരിശീലന സമയം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഷിഫ്റ്റ് പുനഃക്രമീകരിച്ചു. ITI വനിതാ ട്രെയിനികൾക്ക് 2 ദിവസം ആർത്തവാവധിയും അനുവദിച്ചിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, പ്രധാന തീരുമാനമാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സലീം. റിജിത്ത്, സുപ്രധാനമായ 2 തീരുമാനമാണ് സംസ്ഥാനത്ത് ITIകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 8 ആഴ്ചകളായി സംസ്ഥാനത്തെ ITIകളിൽ KSU പഠിപ്പ് മുടക്കി വരികയായിരുന്നു. അതിൻ്റെ പ്രധാനമായും KSU ഉയർത്തിയിരുന്ന 2 ആവശ്യങ്ങൾ: ഒന്ന്, പഠന സമയം പുനഃക്രമീകരിക്കുക, ഒപ്പം തന്നെ നിലവിൽ ഉള്ള ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടർച്ചയായ 8 ആഴ്ചകളിലെ പഠിപ്പ് മുടക്കിനൊടുവിൽ സർക്കാരും ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ITIകളിൽ ശനിയാഴ്ചയുള്ള പ്രവൃത്തി ദിനം അത് വലിയ വിവാദമായിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതി പറയുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ITIകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുന്നത്. അത് മാത്രമല്ല, പഠന സമയം ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനം ഒഴിവാക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്ന പ്രവൃത്തി സമയം വീണ്ടും പരിമിതപ്പെടുത്തുന്ന അത് റെഡിയാക്കുന്നതിനായി അതുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റ് സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റുകളായാണ് ഇനി ITIകൾ പ്രവർത്തിക്കുക. അതിലെ ആദ്യത്തെ ഷിഫ്റ്റ് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. രണ്ടാമത്തെ ഷിഫ്റ്റ് 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെ എന്നിങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആർത്തവാവധി എന്നൊരു തീരുമാനം കൂടി ITIകളിൽ കൊണ്ടുവരികയാണ്. 1 മാസം 2 ദിവസമാണ് ITIകളുടെ ട്രെയിനുകൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ നിർണായകമായ 2 തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊണ്ടിരിക്കുകയാണ്. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.